ഇപ്പോൾ നേരെ കൊല്ലത്തേക്കാണ്. കൊല്ലത്തെ PSC ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നു. റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത് വന്നവർക്ക് പോലും ജോലി കിട്ടാത്തതിനെതിരെയാണ് പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, എങ്ങനെ പുരോഗമിക്കുന്നു മാർച്ച്? അവിടെ വലിയ പ്രവർത്തക പങ്കാളിത്തം ഉണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വലിയ രീതിയിലുള്ള ഓഫീസിലേക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് അധ്യാപക പോസ്റ്റുകളിലേക്ക് പരീക്ഷ ലിസ്റ്റ് വന്നിട്ട് അതിൽ ഒന്നാം റാങ്ക് ലഭിച്ചവർക്ക് പോലും ഇതുവരെയും ജോലി നൽകാൻ കഴിഞ്ഞില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഏകദേശം 50-ലധികം വരുന്ന പ്രതിഷേധക്കാരാണ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിൽ ഇവിടേക്ക് ഗേറ്റുള്ള ഒരു കെട്ടാത്തത് കൊണ്ട് തന്നെ 3 പക്ഷെ ബാരിക്കേഡ് ആദ്യ ഘട്ടത്തിൽ അത് മറിച്ച് പോലീസിന് മുകളിലേക്ക് ഇടാൻ അതിനെ പ്രതിരോധിച്ചു. അറിയാനും ഒരു ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നില്ല. PSC ഓഫീസിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് ഇവർ ഉറച്ചു നിൽക്കുന്നത്. പ്രതിഷേധം, അതായത് പ്രവർത്തകർ കൂടുതൽ എത്തുന്നത് മുതിർന്ന നേതാക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല. കൂടുതൽ സംഘർഷത്തിലേക്ക്, അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുനേർ നിന്ന് ഇത്തരത്തിൽ പ്രതിഷേധിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പോലീസിന് നേരെ തള്ളിക്കയറുന്ന രീതിയിലും ഈ കാര്യങ്ങളൊക്കെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ നിയന്ത്രണത്തിലല്ല നിലവിൽ കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂടുതൽ പ്രവർത്തകർ, അതായത് ചില പ്രവർത്തകരെ പോലീസ് ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന ഒരു ആരോപണം. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഈ പ്രതിഷേധത്തിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും സംഘർഷത്തിന് അയവ് വരുന്നില്ല. സംഘർഷം കൂടുതൽ ഓരോ നിമിഷം വരുമ്പോഴും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകണം. അതായത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകര് അകത്തേക്ക് ഒരു വനിതാ പ്രവർത്തകയെ പോലീസ് ാണ് ഇപ്പോൾ കൂടുതൽ പ്രതിഷേധിക്കുന്നത്. മാത്രവുമല്ല, എന്തായാലും PSC ഓഫീസിലേക്ക് പ്രവേശിക്കണം, PSC ഓഫീസിലെത്തി അവരുടെ പ്രതിഷേധം അറിയിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസിന് ഇവിടെ, അതായത് ഈ കെട്ടിടത്തിന് കൃത്യമായ ഒരു ഗേറ്റോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് പോലീസിന് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പ്രതിഷേധം കൂടുതൽ കടുക്കുന്നുണ്ട്, പ്രവർത്തകർ കൂടുതൽ, അതായത് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ എത്തിക്കൊണ്ട് ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വിവിധ സ്റ്റേഷനുകളിൽ നിന്നും പോലീസുകാർ ഇവിടേക്ക് എത്തിയെങ്കിൽ പോലും ഒരു ഘട്ടത്തിലും അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. 3 വശങ്ങളിലും ഈ ബാരിക്കേഡുകൾ വച്ച് അവരെ തടയാനാണ് ഒരു ശ്രമം നടത്തിയത്. ഈ വിഷയം ഇതാണ്, അതായത് PSC പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റിൽ, അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കിൽ എത്തിയവർക്ക് പോലും പല ജില്ലകളിലും നിയമനം നൽകാനായിട്ട് ഇതുവരെയും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. പോലീസ് പ്രവർത്തകരൊക്കെ തന്നെ തള്ളി നീക്കുകയും ചെയ്യുന്നുണ്ട്. പ്രവർത്തകർ കൂടുതലായിട്ട് എത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് കാരണം? കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ ഇരുട്ടിലാക്കിക്കൊണ്ട് 1ാം റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് പോലും തൊഴിൽ നൽകാത്തൊരു സർക്കാരായി കേരളം ഭരിക്കുന്ന LDF സർക്കാർ മാറിയിരിക്കുന്നു. ഒരു കാരണമില്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട റിയാസിനെതിരെ വളരെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചിരിക്കുകയാണ്. ഒരു പ്രതിഷേധ സമാധാനപരമായി മാർച്ചാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ആവശ്യം എന്താണ്? PSC 1ാം റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് പോലും ജോലിയില്ല. ഇവിടുത്തെ സഖാക്കന്മാർക്കാണ് ഇവിടെ ജോലി കൊടുക്കുന്നത്. അതിശക്തമായ സമര പരിപാടി യൂത്ത് കോൺഗ്രസ്. ഒരു വനിതാ പ്രവർത്തകരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ സമാധാനപരമായി സമരം നടത്തിയവരാ. PSCയിലെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് 1ാം റാങ്ക് വാങ്ങിച്ച ഒരു വിദ്യാർത്ഥിക്ക് പോലും, ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ. കേരളത്തിലെ സർക്കാർ PSCയെ നോക്കുകുത്തിക്ക് ആക്കിക്കൊണ്ട് സഖാക്കളെ പിൻവാങ്ങി നിയമനം നടത്തിയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ ആകമാനം നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ സമരം കൊണ്ട് ഇവർ അവസാനിക്കുന്നില്ല. കൊല്ലത്ത് PSC ഓഫീസിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് തുടരുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ലിജോ റോളൻസ്.